നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. പുതിയതായിട്ട് ടോട്ടലി ഫ്രഷ് ആയിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർ. അവർ പലപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തെറ്റായ, അതായത് റോങ് ഗിയർ വീഴാറുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം പ്രശ്നം വരുന്ന എന്തെന്ന് വെച്ചാൽ, ഇപ്പം വാഹനം നിർത്തിയിട്ടിട്ട് എടുക്കുമ്പോൾ അതിനൊരു ഇഷ്യൂ വരാറില്ല. കാരണം അവർ സ്ട്രെസ് ഫ്രീ ആയിട്ടായിരിക്കും വാഹനം എടുക്കുന്നത്. കാരണം ഫസ്റ്റ് ഗിയർ നമ്മൾ വാഹനം നിർത്തി സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ട് എടുക്കാറുണ്ട്. പ്രശ്നം സാധാരണ രീതിയിൽ വരുന്നത്, വാഹനം ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോൾ സെക്കൻഡ് ഗിയർ ഇടണം അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ തന്നെ ഇടണം, വാഹനം സ്ലോ ആയി നിർത്തേണ്ടി വരുമ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വാഹനത്തിൻ്റെ ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. അപ്പം ആദ്യത്തെ കാര്യം, നമ്മൾ ജസ്റ്റ് ഗിയർ നോബിനെ ഒന്ന് ഡൗൺ പ്രസ് ചെയ്താൽ ഇത് വരുന്നതിൻ്റെ ഡിഫോൾട്ട് പൊസിഷനാണ്. ഇതാണ് ന്യൂട്രൽ പൊസിഷൻ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാർട്ട് ന്യൂട്രലിൽ നിന്ന് നമ്മൾ മേളോട്ട് താഴോട്ട് അതിനെ ഫ്രീ ആയിട്ട്, അതായത് ഗിയർ നോബ് ഫ്രീ ആയി കിടക്കുന്ന പൊസിഷനിൽ നിന്ന് നമ്മൾ ജസ്റ്റ് അപ്പ് ഓർ ഡൗൺ ചെയ്താൽ തേർഡ് ആൻഡ് ഫോർത്ത് ഗിയർ വീഴും. നമ്മൾക്ക് ഫസ്റ്റ് ഗിയർ ഇടണമെങ്കിൽ ആണ് നമ്മൾ ഈ ന്യൂട്രൽ പൊസിഷനിൽ നിന്ന് ഫുൾ ലെഫ്റ്റിലോട്ട് തള്ളിയിട്ട് ഫുൾ ലെഫ്റ്റ് എടുത്തിട്ട് മേളോട്ട് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ഗിയർ വീഴുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഗിയർ ഇടാൻ നേരം നിങ്ങൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ ഇടാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ലെഫ്റ്റിലോട്ട് തന്നെ, ഗിയർ നോബിനെ ലെഫ്റ്റിലോട്ട് തന്നെ കംപ്ലീറ്റ് നമ്മൾ തെള്ളിക്കൊണ്ട് ഡൗൺ ആക്കുമ്പോൾ തന്നെ സെക്കൻഡ് ഗിയർ വീഴും. ഇപ്പോൾ നിങ്ങൾ ഒരു ബിഗിനറാണ്, ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനത്തെ സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇടാനുള്ള ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഗിയർ നോബിനെ ഒന്ന് ഡൗൺലോട്ട് ആക്കി കഴിയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ന്യൂട്രൽ പൊസിഷനിലോട്ട് വീഴും. അപ്പം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിയർ എപ്പോഴും നിങ്ങൾ ന്യൂട്രലിൽ നിന്ന് മൊത്തം ലെഫ്റ്റിലോട്ട്, ഫുൾ ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ട് ഷിഫ്റ്റ് ചെയ്ത് ലെഫ്റ്റിലോട്ട് തള്ളിക്കൊണ്ട് താഴോട്ടാക്കുമ്പോഴാണ് നിങ്ങളുടെ സെക്കൻഡ് ഗിയർ വീഴുന്നത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ പലപ്പോഴും എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇട്ടു, വാഹനം കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി, ഗിയർ നോബ് താഴോട്ടാക്കി കഴിയുമ്പം പിന്നെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവാറില്ല ഇപ്പോൾ സെക്കൻഡ് ഗിയർ എങ്ങോട്ടാണ്. അപ്പം ജസ്റ്റ് സെക്കൻഡ് താഴോട്ടാണ് ആക്കേണ്ടത്. അപ്പം താഴോട്ടാക്കി, പക്ഷേ വീണത് എന്താണ്, ഫോർത്ത് ഗിയർ ആണ് വീണത്. അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു ധൃതിയിൽ മേളോട്ടാക്കി ജസ്റ്റ്, അപ്പം വീണത് ആക്ച്വലി തേർഡ് ഗിയർ ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗിയർ നോബ് ഫ്രീ ആയിട്ടുള്ള പൊസിഷനിൽ ആണ്, എന്നിട്ട് നിങ്ങൾ മേളോട്ടാക്കുവാണെങ്കിൽ തേർഡ്, ഈ ഫ്രീ പൊസിഷനിൽ നിന്ന്, അതായത് ഒട്ടും ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ബലം പിടിക്കാതെ തന്നെ നിങ്ങൾ ജസ്റ്റ് മേളോട്ടോ താഴോട്ടോ ഗിയർ നോബ് ആക്കുവാണെങ്കിൽ തേർഡ് ആൻഡ് ഫോർത്ത് ഗിയർ ആണ് വീഴുന്നത്. ഇനിയിപ്പോൾ ഈ വാഹനത്തിൽ ഫിഫ്ത്ത് ഗിയറേ ഉള്ളൂ, ചില വാഹനത്തിൽ സിക്സ്ത് ഗിയറും കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഫുൾ റൈറ്റിലോട്ട്, ഫുൾ വലത്തോട്ട് ഗിയർ നോബിനെ പ്രസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തള്ളിക്കൊണ്ട് നിങ്ങൾ മേളോട്ട് ഇടുവാണെങ്കിൽ ഫിഫ്ത്ത് ഗിയർ വീഴും. പിന്നെ സിക്സ്ത് ഉള്ള വാഹനത്തിൽ സെയിം, ഫുൾ വലത്തോട്ട് തന്നെ നിങ്ങൾ പ്രസ് ചെയ്തുകൊണ്ട്, അതായത് തള്ളിക്കൊണ്ട് താഴോട്ടാക്കുവാണെങ്കിൽ നിങ്ങളുടെ സിക്സ്ത് ഗിയർ വീഴും. പിന്നെ ന്യൂട്രൽ പല വാഹനത്തിലും പലയിടത്തായിരിക്കും. ഈ വാഹനത്തിൽ ഗിയർ നോബ് താഴോട്ടാക്കിയിട്ട് ഫസ്റ്റിൻ്റെ പൊസിഷനിലോട്ടാക്കുമ്പോഴാണ് നമ്മുടെ റിവേഴ്സ് ഗിയർ വീഴുന്നത്. ചില വാഹനത്തിന് സിക്സ്ത്തിൻ്റെ ആ ഭാഗത്തായിരിക്കും. അപ്പം റിവേഴ്സിനെ കുറിച്ചല്ല നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാഹനം എപ്പോഴും നിങ്ങളുടെ ഗിയർ നോബ് ഫ്രീ ആയിട്ടിരിക്കുകയാണ്, അതായത് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഇടുവാണെങ്കിൽ തേർഡ് ഗിയർ വീഴും. ആ പൊസിഷനിൽ നിന്ന് തന്നെ താഴോട്ടാക്കുവാണെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ ഫോർത്ത് ഗിയർ വീഴും. അപ്പോൾ ഈ ഫ്രീ പൊസിഷനിൽ നിന്ന് മേളോട്ടോ താഴോട്ടോ ആക്കുവാണെങ്കിലാണ് തേർഡ് ആൻഡ് ഫോർത്ത് ഗിയർ വീഴുന്നത്. മറ്റ് ഗിയറുകൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐദർ ഫുൾ റൈറ്റിലോട്ട് അല്ലെങ്കിൽ ഫുൾ ലെഫ്റ്റിലോട്ട്, ഇടത്തോട്ടോ വലത്തോട്ടോ നിങ്ങൾ ഗിയർ നോബ് ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് തള്ളി നീക്കിയിട്ട് മേളോട്ടോ താഴോട്ടോ ആക്കുവാണെങ്കിലാണ് അടുത്ത ഗിയർസ് വീഴുന്നത്. ഇപ്പം ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫുൾ ന്യൂട്രലിൽ നിന്ന് നിങ്ങൾ ഫുൾ ലെഫ്റ്റിലോട്ട് തള്ളിയിട്ട് മേളോട്ടാക്കുമ്പോഴാണ് നിങ്ങളുടെ ഫസ്റ്റ് ഗിയർ വീഴുന്നത്. സെക്കൻഡ് ഗിയർ ആ പൊസിഷനിൽ തന്നെ നിങ്ങൾ വെച്ചുകൊണ്ട് ഫുൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് താഴോട്ടാക്കണം. ഫുൾ പ്രസ് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് താഴോട്ടാക്കുമ്പോഴാണ് നിങ്ങളുടെ സെക്കൻഡ് ഗിയർ വീഴുന്നത്. പിന്നെ സെക്കൻഡിൽ നിന്ന് തേർഡ് പോകാൻ ജസ്റ്റ് ഗിയർ നോബിനെ ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അതതിൻ്റെ ഫ്രീ പൊസിഷനിലോട്ട് പോകും. ഫ്രീ പൊസിഷനിൽ ആയി കഴിയുമ്പോൾ അത് ന്യൂട്രലാണ്. അവിടെ നിന്ന് നമ്മൾ താഴോട്ടാക്കുമ്പോൾ ഫോർത്ത് വീഴും. തേർഡ് ഇടാൻ ജസ്റ്റ് മേളോട്ട് ആക്കുക. അപ്പം സെക്കൻഡാണെന്ന് വിചാരിച്ചു, സെക്കൻഡാണ്, നമുക്ക് തേർഡാണ് ഇടേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗിയർ നോബിനെ, ഇപ്പം സെക്കൻഡിൽ നിന്ന് എനിക്ക് ഇനി താഴോട്ട് ഇത് മൂവ് ആവത്തില്ല ഗിയർ സ്റ്റിക്ക്. അപ്പോൾ നിങ്ങൾ അറിയാതെ ഇതിനെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ താഴോട്ടാവത്തില്ല. അപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് നിങ്ങൾ ഇതിനെ മേളോട്ടും തള്ളുമ്പോൾ അത് ആ സ്പ്രിങ് മെക്കാനിസം കാരണം അത് ന്യൂട്രൽ പൊസിഷനിൽ വരും. ന്യൂട്രൽ പൊസിഷനിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ മേളോട്ട് തേർഡാണ് ഇടേണ്ടതെങ്കിൽ നിങ്ങൾ ജസ്റ്റ്
ലൈറ്റായിട്ട് ഫ്രണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ തേർഡ് ഗിയർ വീഴും. പിന്നെ തേർഡ് ആൻഡ് ഫോർത്ത് എപ്പോഴും ഈസി ആയിട്ട് നമുക്ക് ഡിഫോൾട്ടായിട്ട് വീണ് പോകുന്ന ഗിയറുകളാണ്. കാരണം നമ്മൾക്ക് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നമുക്ക് ഗിയറിനോ തിരിക്കേണ്ടി വരില്ല. എന്നിട്ട് നമ്മൾ ജസ്റ്റ് തേർഡിൽ നിന്ന് ഒന്ന് താഴോട്ട്, അപ്പോൾ നിങ്ങൾ അറിയാതെ തേർഡിൽ നിന്ന് നിങ്ങൾ മേളോട്ട് ഇത് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പോവില്ല. താഴോട്ട് ജസ്റ്റ് ഒന്ന് ആക്കുക. ഡൗൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾ ഫോർത്ത് ഗിയർ വീഴും. പിന്നെ ഫിഫ്ത്ത് ആൻഡ് സിക്സ് ഗിയർ ഉള്ള വാഹനത്തിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് റൈറ്റിലോട്ട് ഗിയർ നോബിനെ ആക്കേണ്ടതായിട്ട് വരും. ഫുൾ വലത്തോട്ടാക്കുക, മേളോട്ട്, താഴോട്ട്, സിക്സ്ത് ഗിയർ ഉള്ളതാണെങ്കിൽ. ഇനി ഫിഫ്ത്തിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, തേർഡിലേക്ക് അല്ലെങ്കിൽ ഫോർത്തിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ഫസ്റ്റിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഇതിനെ, ഇപ്പോൾ ഫിഫ്ത്തിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മേളോട്ട് പോകത്തില്ല ഗിയർ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ ഇത് ബൈ ഡിഫോൾട്ട് ഇതിൻ്റെ ന്യൂട്രൽ പൊസിഷനിൽ വരും. ഇപ്പോൾ ന്യൂട്രലിൽ നിന്ന് ഫിഫ്ത്തിൽ നിന്ന് ഡയറക്റ്റ് തേർഡ് ആണെന്നുണ്ടെങ്കിൽ മേളോട്ടാക്കുക, ഫോർത്ത് ആണെങ്കിൽ താഴോട്ടാക്കുക. ഇനിയിപ്പോൾ ഫസ്റ്റ് ഓർ സെക്കൻഡ് ആണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക എപ്പോഴും എനിക്ക് ഫുൾ ലെഫ്റ്റിലോട്ട്, ഇടത്തോട്ട് ഫുള്ള് ഇത് ചെയ്യണം, പ്രസ് ചെയ്യണം ലെഫ്റ്റിലോട്ട്. എന്നിട്ട് മേളോട്ട് ആക്കുവാണെങ്കിൽ ഫസ്റ്റ്, താഴോട്ട് ആക്കുവാണെങ്കിൽ സെക്കൻഡ്, ആ പൊസിഷനിൽ തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഗിയർ നോബിൻ്റെ ഡിഫോൾട്ട് പൊസിഷനിൽ നിന്ന് മേളോട്ടോ താഴോട്ടോ ആക്കുവാണെങ്കിൽ തേർഡ് ആൻഡ് ഫോർത്ത് ഗിയർ വീഴും. അല്ലാത്ത സാഹചര്യത്തിലാണ് നിങ്ങൾ ഫുൾ റൈറ്റ് ഓർ ലെഫ്റ്റ് ചെയ്യുവാണെങ്കിലാണ് അടുത്ത നെക്സ്റ്റ് ഗിയേഴ്സ് വീഴുന്നത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി. നമസ്കാരം.